ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സിൻ്റെ ഡേ 4 ആണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളെന്നും ട്രെയിനിൽ പോകുന്നത് പോലെ കുറച്ച് നേരത്തെ ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. 6:50 ട്രെയിൻ. ഒരു 6:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എറണാകുളം എത്തി, അവിടുന്ന് മെട്രോയിൽ പോയി ക്ലാസ്സൊക്കെ എത്തി. ഇന്ന് നമുക്കുണ്ടായിരുന്ന സെഷൻ ഏതാണെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈലിംഗ് സെഷനായിരുന്നു. അതായത് ഹെയർ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതായിരുന്നു പഠിക്കാൻ പോയിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ തല വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള പെണ്ണുങ്ങളുടെ മുടിയിനേക്കാളും കഷ്ടമായിരുന്നു ഇതിലത്തെ ചിക്കറക്കാനായിട്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ട് ഞാൻ അതിലത്തെ ടാങ്കിൾസും കാര്യങ്ങളൊക്കെ കളഞ്ഞത്. പിന്നെ നമുക്ക് ഇന്ന് ഹെയർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. പഠിച്ച കാരണം തന്നെ ക്രിമ്പ് ചെയ്യലായിരുന്നു ഫസ്റ്റ് തന്നെ. ഈ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമ്പിങ് ആയിരുന്നു. കുറച്ചും കൂടി ഈസിയാണ് ക്രിമ്പ് ചെയ്യാനായിട്ട്. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാൻ ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. പിന്നെ നമുക്ക് മാം കുറച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല സിമ്പിളായിട്ട് ചെയ്യുന്ന സാധനം ഞാനൊരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേയൊക്കെ കിട്ടാണ്ടായപ്പോൾ എന്നെ മാം ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ നല്ല രസമായിട്ട് അവർ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 4th ഡേ ആയതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് നിന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എറണാകുളം സൗത്തിലുള്ള മാക്മിഡ് ബ്യൂട്ടി സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു മേക്കപ്പിൻ്റെ ഒരു ലോകം തന്നെയാണ് അത്. അത്യാവശ്യം പ്രോഡക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജ്വല്ലറീസും അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് മാക്മിഡിൽ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡ്രീമായി അത് അവിടെ പോയിട്ട് എല്ലാ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അടിപൊളി ഷോപ്പാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബൈ.